ഈ ശബരിമല വലിയ ദുരൂഹത വീണ്ടും വീണ്ടും പുറത്തു വരികയാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ മുമ്പ് ഇത് എല്ലാ തെളിവുകളും പുറത്തു വരികയാണ്. ഇപ്പോ ഇത് ഏറ്റെടുത്ത പ്രൈവറ്റ് കമ്പനി വ്യക്തമാക്കിയിരിക്കുകയാണ് അവിടെ ചെമ്പുപാളികൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. അതിനർത്ഥം എന്താ? സ്വർണം ഇവിടെ വെച്ച് തന്നെ അടിച്ചു മാറ്റി, ചെമ്പുപാളികൾ മാത്രം ചെന്നൈയിലെത്തിച്ചു. ഹൈക്കോടതി ഒരു വലിയ നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇത് മാറ്റി കൊണ്ടുപോയതിനു ശേഷം 1 മാസവും 9 ദിവസവും കഴിഞ്ഞ് 39-40 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെന്നൈയിൽ എത്തിച്ചത്. അപ്പോൾ 39 ദിവസം എവിടെയായിരുന്നു സാധനം? അപ്പോൾ ഈ ചെമ്പിന്റെ ഇതേ മോഡലിലുള്ള ഒരു മോൾഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ആ ദിവസം മുഴുവൻ. മനസ്സിലായില്ലേ? സ്വർണ്ണം അവിടെ എത്തിയിട്ടില്ല, സ്വർണ്ണം ഇവിടെ വെച്ച് തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ചോദിച്ചു, ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി? ആരാണ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത്? ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്താണ്? ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിൽ മാത്രമേ ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടുള്ളൂ. സ്വർണം പൂശണമെങ്കിൽ അതിന്റെ ആ അമ്പലത്തിന്റെ അവിടെ വെച്ച് തന്നെ പൂശണം. ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ആരാണ്? അപ്പൊ ദേവസ്വം ബോർഡ് അധികാരികൾക്കും സർക്കാരിനും എല്ലാവർക്കും കൃത്യമായ പങ്കുണ്ട്. ഇവര് അയ്യപ്പനെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. ഇതുമാത്രമല്ല, എന്തെല്ലാം ശബരിമലയിൽ നിന്ന് ഇവരെ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിനിടയിൽ എന്ന് പ്രത്യേകമായ പരിശോധന നടത്തേണ്ട സമയമാണ്. ഇത് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരെ ഞെട്ടലുളവാക്കിയിരിക്കുന്ന ഒരു വിഷയമാണ്. കളവ് നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. സുതാര്യത ഇല്ലാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് ക്ലിയറാണ്. യാതൊരുവിധ പ്രൊസീജിയർ ഫോർമാലിറ്റി ഇല്ലാതെ, നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് കൃത്യമാണ്. സ്വർണം ഒരുപാട് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതും വളരെ കൃത്യമാണ്. ഇത് മാത്രമല്ല, പൂശിയിരിക്കുന്ന ചെമ്പിൽ നിന്നും സ്വർണം പ്രത്യേകം എടുത്തു മാറ്റാൻ പറ്റാവുന്ന സാങ്കേതിക പ്രക്രിയയിലൂടെയാണ് ഇത് പൂശൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പൂശിയ ചെമ്പിൽ നിന്ന് സ്വർണം പ്രത്യേകമായി മാറ്റാൻ പറ്റുന്ന സാങ്കേതിക വിദ്യയാണ് ഇതിന്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് സ്വർണം ആവശ്യമുള്ളപ്പോൾ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് പൂശിയിരിക്കുന്ന സാങ്കേതിക വിദ്യ വരെ ചെയ്തിരിക്കുന്നത്. എന്നിട്ടും ഇയാളെ ഇത്രയും നാൾ ആര് സംരക്ഷിച്ചു? ഇത് ആരും അറിഞ്ഞില്ല എന്ന് പറയുന്ന തെറ്റാണ്. ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് തന്നെ ഇത് കണ്ടുപിടിച്ച് ഇത് പരിശോധനയിൽ ഇത് വ്യക്തമായതാണ്. അത് മൂടിവെച്ചതാരാണ്? അപ്പൊ കൃത്യമാണ് ശബരിമലയുടെ സ്വർണം കവർച്ച ചെയ്തു. അപ്പോൾ അടിയന്തരമായി അതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരായി നടപടിയെടുക്കണം, കേസെടുക്കണം, ഗൌരവതരമായ അന്വേഷണം നടക്കണം. ഇപ്പൊ നടക്കുന്ന അന്വേഷണം എന്താ? ഇപ്പൊ നടക്കുന്ന അന്വേഷണം ഇതിന്റെ നടപടിക്രമങ്ങളിലാണ്. അതല്ലല്ലോ, സ്വർണം അടിച്ചു മാറ്റിയിരിക്കുകയാണ്. ശബരിമലയിലെ സ്വത്താണ് അടിച്ചു മാറ്റിയിരിക്കുന്നത്. അതിനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇത് വളരെ ഗൌരവത്തോടു കൂടിയാണ് കേരളം കാണുന്നത്. അല്ല, അത് ദേവസ്വം വിജിലൻസിന്റെ അതിർത്തിയിൽ നിൽക്കുന്നതല്ല. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് നേരത്തെ ഇത് പരിശോധന നടത്തിയപ്പോൾ തന്നെ ഇതിന്റെ തൂക്കക്കുറവ് കണ്ടിട്ടുണ്ട്, സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. എന്നിട്ട് ഇത് മൂടിവെച്ചു. ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മൂടിവെച്ചത്? ഞാൻ വീണ്ടും ചോദിക്കുന്നു, ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി? ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിന്റെ മറവിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്? വ്യാപകമായി സ്പോൺസർഷിപ്പ് ചോദിച്ചുകൊണ്ട് വ്യാപകമായ പിരിവാണ്. ഇവര് ഒരുപാട് പേരെ കബളിപ്പിച്ചിട്ടുണ്ട്. ഇടനിലക്കാരനാണ്. ഈ ഇടനിലക്കാരനെ കൂട്ടുപിടിച്ച് ശബരിമലയിലെ സ്വർണം കവർച്ച ചെയ്യാൻ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് കൂട്ടിയെന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റൊക്കെ ഉടനെ രാജിവെച്ചു പോകേണ്ടതാണ്. 2009 മുതൽ ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ ശബരിമല ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ 2009 മുതലുള്ള അന്വേഷണം നടത്തണമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. അല്ല, അത് ഇയാള് സ്വയം രക്ഷിക്കാൻ വേണ്ടിയിട്ട് 2009 കൂട്ടണത്. ഇപ്പൊ പരാതി വന്നിരിക്കുന്നത് എപ്പോഴാ? 2018 സ്വർണം പൂശി ഇല്ലേ? 2019 അത് വന്നു. 40 വർഷത്തെ ഗ്യാരണ്ടിയുള്ള സ്വർണം എന്തിനാണ് 2019 എടുത്തുകൊണ്ട് പോയത്? 99 പൂശിയ സ്വർണം. അത് 2018 വരെ കുഴപ്പമില്ലല്ലോ. 20 വർഷത്തേക്ക് ഒരു കുഴപ്പമില്ല. 2019 അത് എടുത്തുകൊണ്ടുപോയി. അപ്പോഴാണ് കേസ്. അതിപ്പോ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു 30 കൊല്ലത്തേക്കുള്ള അന്വേഷണം വരണമെന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇതിൽ പങ്കുണ്ട്. അയാൾ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ട്. അവിടെ നിന്ന് സ്വർണം പോയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടും അതിന് കൂട്ടുനിൽക്കുകയും കൊടുക്കുകയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഭരണാധികാരികളും ചെയ്തിട്ടുണ്ട്, സർക്കാരും ചെയ്തിട്ടുണ്ട്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ തമ്മിൽ ചെറിയ അഭിപ്രായം. അല്ല, അതൊന്നും നമ്മുടെ വിഷയമല്ലല്ലോ. നമ്മുടെ വിഷയം എന്താണ്? അവിടെ നിന്ന് ശബരിമല അയ്യപ്പന്റെ കിലോ കണക്കിന് സ്വർണം അവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അത്
സത്യസന്ധരായ ആളുകൾ അതിന്റെ പ്രതികരണം കേട്ടാൽ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇപ്പൊ ജി സുധാകരന്റെ പ്രതികരണവും അനന്തഗോപന്റെ പ്രതികരണവും ഒക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാം ഇതിന്റെ അകത്ത് കള്ളന്മാരാരാണ്, എവിടെയാണ് കള്ളന്മാരുള്ളത്. അവിടെ തന്നെയാണ് കള്ളന്മാരുള്ളത്. 2019 മുതൽ ഈ 2025 വരെ നടത്തിയിരിക്കുന്ന ഈ ഇടപാടുകൾ വീണ്ടും കൊണ്ടുപോവാണ്. വീണ്ടും സ്വർണ്ണപ്പാളിയും ദ്വാരപാലക ശില്പമൊക്കെ വീണ്ടും കൊണ്ടുപോവാണ്. അതാണ് ഞാൻ പറയുന്നത്. അയ്യപ്പ വിഗ്രഹത്തിന് പ്രത്യേക സുരക്ഷ കൂടെ കൊടുക്കണം, ശരിക്കും ഇവരിയ്ക്കുന്ന കാലത്തോളം. അതാണ് വേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി ആരോപണം ഉന്നയിച്ച റിനി ഇന്നലെ CPM വേദിയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ?